എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദേവി മാഹാത്മ്യത്തിൻ്റെ പാരായണ ക്രമവും ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ദേവി മാഹാത്മ്യം എന്ന് പറയുന്നത് മാർക്കണ്ഡേയ പുരാണത്തിലുള്ള മാർക്കണ്ഡേയ പുരാണത്തിൽ 78 മുതൽ 90 വരെയുള്ള 700 ശ്ലോകങ്ങളെയാണ് നമ്മൾ ദേവി മാഹാത്മ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദേവി മാഹാത്മ്യം 700 ശ്ലോകം ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഉത്തരേന്ത്യയിലൊക്കെ സപ്തശതി എന്ന് പറയാറുണ്ട്. ദേവി മാഹാത്മ്യം വായിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിൻ്റെ പാരായണം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ നവാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യാം. പക്ഷേ ഈ നവാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്നുള്ളതാണ്. അത് ഒരു ഗുരുവിൽ നിന്ന് മന്ത്രം ലഭിച്ചവർക്കും അത്രത്തോളം ആ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടിയവർക്കാണ് ആ മന്ത്രം ജപിക്കാനുള്ള അനുവാദം എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ മന്ത്രം ജപിക്കാൻ തോന്നുന്നവർക്ക് അത് ജപിക്കാം. അതല്ലാത്തവർക്ക് ഈ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്നുള്ള മന്ത്രവും നന്നായിട്ട് ജപിക്കാവുന്നതാണ്. അപ്പം അതൊരു 108 പ്രാവശ്യം ജപിച്ചുകൊണ്ട് അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും സർവ്വ മംഗളങ്ങളും നമുക്ക് തരുന്ന ആ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ആദ്യം ഈ 108 പ്രാവശ്യം ഇത് ജപിക്കുക. അത് കഴിഞ്ഞ് ഈ നവാക്ഷരി മന്ത്രം ജപിക്കുന്നവർക്ക് അത് ജപിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ അർഗള സ്തോത്രം അതുപോലെ കീലക സ്തോത്രമൊക്കെ ഉണ്ട്, അത് ജപിക്കുന്നത് അതും നല്ലതാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് ദേവി കവചം നമ്മൾ ജപിച്ചിരിക്കണം. ദേവി കവചം ജപിക്കുന്നത് കൊണ്ട് ആണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് എന്നതിൽ പറയുന്നത്. അതായത് സപ്തശതി ജപിക്കുന്നതിന് മുമ്പായിട്ട് ദേവി കവചം ജപിക്കണം. ജപേൽ സപ്തശതീം ചണ്ഡീം കൃത്വാതു കവചം പുരാം യാവൽ ഭൂമണ്ഡലം ദത്തേ സശൈല വനകാനനം താവത് തിഷ്ഠതി മേദിന്യാം സന്തതിയും പുത്രപൗത്രികീം ദേഹാന്തേ പരമം സ്ഥാനം യൽ സുരൈരഭിദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായാം പ്രസാദത എന്ന് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ദേവി കവചം ആദ്യം ജപിച്ചിട്ട് ദേവി മഹാത്മ്യത്തെ പാരായണം ചെയ്യുന്നവന് ആദിശേഷൻ പർവ്വത കാനനങ്ങളോടുകൂടിയ ഈ ഭൂമണ്ഡലത്തെ എത്ര കാലം ധരിക്കുന്നുവോ, ഈ ഭൂമി എത്ര കാലമുണ്ടോ അത്രയും കാലം, ഭൂമി എത്ര കാലം ഉണ്ടോ അത്രയും കാലം അവർക്ക് പുത്ര പൗത്രാദി സന്തതികൾ നിലനിൽക്കുന്നു, എല്ലാ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നു. ഒടുവ് ദേവന്മാർക്ക് കൂടി ദുർലഭമായിട്ടുള്ള ആ പരമപദം, നമുക്ക് ഭഗവാനിൽ ചേരുക, മരണശേഷം ഭഗവാനിൽ ചേരുക എന്ന് പറയില്ലേ അല്ലേ, ആ ഒരു മോക്ഷം അതും നമുക്ക് ലഭിക്കുന്നു. അതാണ് ഈ സപ്തസിദ്ധി അല്ലെങ്കിൽ ദേവി മാഹാത്മ്യം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ നമ്മൾ ഈ ദേവി മാഹാത്മ്യത്തെ നമ്മൾ ഒരു ഭക്തിയോടുകൂടി തന്നെ ദേവി നല്ല വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും ജപിക്കണം എന്നാണ് പറയുക. ഈ ദേവി മാഹാത്മ്യം എന്ന ഗ്രന്ഥം നമ്മൾ പൂജാമുറിയിൽ ചുവന്ന പട്ടുകൊണ്ട് മൂടിയാണ് വെക്കേണ്ടത്. അങ്ങനെ ആ ദേവി മാഹാത്മ്യം നമ്മുടെ വീട്ടിൽ വെക്കുന്നതും നമുക്ക് ഐശ്വര്യമാണ്. പിന്നെ അത് പാരായണം ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പാരായണം ചെയ്യുന്നത് കേട്ടാലും നമുക്ക് ഐശ്വര്യമാണ്. ദേവി ഗ്രന്ഥം വീട്ടിൽ വയ്ക്കുക, പാരായണം കേൾക്കുകയും ചെയ്യാം. പിന്നെ ഈ ദേവി മാഹാത്മ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ നമ്മൾക്കൊരു സംശയം വരാം. ആദ്യം തന്നെ നമ്മൾ പാരായണം മുഴുവനായും ചെയ്യണോ, അതല്ല എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇതിന് 3 തരത്തിലാണ് ഉള്ളത്: പ്രഥമ ചരിത്രം, മധ്യമ ചരിത്രം, ഉത്തമ ചരിത്രം. പ്രഥമ ചരിത്രത്തിൽ 1-ാം അധ്യായം മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത്. 2, 3, 4 അധ്യായങ്ങൾ മധ്യമ ചരിത്രം. പിന്നെ 5 മുതൽ 13 വരെയുള്ളത് ഉത്തമ ചരിത്രം. അപ്പം ആദ്യം നമ്മൾ ദേവി കവചം വായിച്ച് മന്ത്രം ചൊല്ലി സർവമംഗളമംഗല്യ ചൊല്ലി അത് കഴിഞ്ഞ് നമുക്ക് ദേവി കവചം വായിച്ചതിന് ശേഷം ഈ 1-ാമത്തെ അധ്യായം പാരായണം ചെയ്യുക. അപ്പോൾ ഒരു ദിവസം അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അത്ര ചെയ്താൽ മതി. അപ്പോൾ 1-ാം ദിവസം അത് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് 2-ാം ദിവസം 2, 3, 4 പാരായണം ചെയ്യാം.
പിന്നെ മൂന്നാമത്തെ ദിവസം 5 to 13 ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇത് സാധിക്കാത്തവർക്കാണെങ്കിൽ അല്ലാതെ ദിവസമോ 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടോ ചൊല്ലുന്ന മാതിരി ജപിക്കാം. അതിനുശേഷം നമ്മൾ ഈ രാത്രി സൂക്തം, ദേവീ സൂക്തം, പ്രധാനിക രഹസ്യം, വൈകൃതിക രഹസ്യം, മൂർത്തി രഹസ്യം, അപ്പം ഇതും കൂടി പാരായണം ചെയ്യണം. അപ്പം ഇതെല്ലാം പാരായണം ചെയ്യണം. അതിന് നമ്മളിപ്പോൾ ഒരു സമയം വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ട് പാരായണം ചെയ്യാം. അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ 1-ാം അധ്യായം മാത്രം ഒരു ദിവസം പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ 2, 3, 4 പറ്റിയില്ലെങ്കിൽ 2 ഒരു ദിവസം, 3 ഒരു ദിവസം, 4 ഒരു ദിവസം അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിലൊന്നും ഭഗവാൻ നമ്മളോട് നമ്മൾക്ക് ദോഷമോ അങ്ങനെയൊന്നും വരില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ പാരായണം ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ മന്ത്രങ്ങളായതുകൊണ്ട് തെറ്റാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെന്താന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ കഴിയണ്ടേന്ന് പറഞ്ഞ് വളരെ സ്പീഡിൽ ചൊല്ലാൻ പാടില്ല. ഒരുപാട് മെല്ലെ ചൊല്ലാൻ പാടില്ല. പിന്നെ സംഗീതാത്മകമായിട്ട് ചൊല്ലാൻ പാടില്ല. പിന്നെ അതുപോലെ ഇങ്ങനെ ശരീരമൊക്കെ ഇളക്കിക്കൊണ്ട് അങ്ങനെയൊന്നും ചൊല്ലാൻ പാടില്ല. നമ്മൾ വളരെ ഒരാസനത്തിൽ ഇരുന്നു കൊണ്ട് നട്ടെല്ലൊക്കെ നിവർത്തി വെച്ച് പറ്റുമെങ്കിൽ പീഠത്തിൽ ബുക്ക് വെച്ചുകൊണ്ട് വായിക്കാം. അതല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടും വായിക്കാം. അപ്പോൾ അങ്ങനെ അതിൽ തന്നെ ശ്രദ്ധ വേണം. അതായത് നമ്മളെപ്പോഴും ശ്രദ്ധാവാൻ ലഭതേ എന്ന് പറയില്ലേ, ശ്രദ്ധ എത്ര പേർക്കുള്ളതാണോ അവർക്ക് എല്ലാം കിട്ടുള്ളൂ, എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുള്ളൂ. ശ്രദ്ധാപൂർവം ഭക്തിപൂർവം തെറ്റാതെ നമ്മൾ വായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. അപ്പോൾ ഇത്രയും തീർക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസരപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിൽ സാവർണിക മന്വന്തരത്തിലെ മനു എന്ന രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ അതാണ് പറയുന്നത്. അദ്ദേഹത്തിന് ജീവചരിത്രം അതാണ് ഇതിൽ മുഴുവനായിട്ടും പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പിന്നെ മധുകൈടവന്മാരെ ദേവി വധിക്കുന്നത്. മധുകൈടവന്മാരെ ഭഗവാന്റെ, അതായത് ബ്രഹ്മാവിനെ ആക്രമിക്കാൻ, ഭഗവാൻ നിദ്രയിലായിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിനെ ആക്രമിക്കാനായിട്ട് വരുന്ന മധുകൈടവന്മാരെ, അപ്പോൾ അവരെ സംഹരിച്ചത് കൊണ്ട് അങ്ങനെയാണ് ഭൂമി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന പേര് വന്നത് എന്നൊക്കെ നമ്മൾ ഇനി ഇത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാരായണ ക്രമത്തെക്കുറിച്ചും എങ്ങനെ പാരായണം ചെയ്ത് തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ദിവസവും ഒരുമിച്ച് തന്നെ ഓരോന്ന് എങ്ങനെ പാരായണം ചെയ്യണം നമുക്ക് ദിവസം ഓരോ എപ്പിസോഡിലായിട്ട് നമുക്ക് കുറച്ചായിട്ട് ഈ പാരായണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഈ മധുകൈടവ വധം വരുന്നുണ്ട്. പിന്നെ മഹിഷാസുര മർദ്ദനം, മഹിഷാസുരനെ കൊല്ലുന്നത്, പിന്നെ നിശുംഭന്മാരെ കൊല്ലുന്നത്, അതുപോലെ ഓരോ അധ്യായത്തിലായാലും അതിലെ കഥകളൊക്കെ ആയാലും ഇതെല്ലാം നമ്മൾ പാരായണം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ എന്ത് പാരായണം ചെയ്യുകയാണെങ്കിലും അതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മളിലുള്ള ഈശ്വര ശക്തിയെ നമ്മൾ ഉണർത്തിയെടുക്കാൻ. നമ്മളാണ് ഈശ്വരൻ, അത് നമുക്ക് അറിയില്ല. നമ്മൾ ഈശ്വരനെ വിഗ്രഹത്തിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയാണ് നമ്മളെപ്പോഴും ഈശ്വരനെ അന്വേഷിക്കുന്നത്. നമ്മളിലുള്ള ഈശ്വര ശക്തിയെ, നമ്മളെ ദേവി ശക്തിയുണ്ട്. ദേവീ കവചം നിത്യവും പാരായണം ചെയ്യുന്നവർ ദേവിയായി മാറും എന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേവി എന്ന് പറഞ്ഞ എന്താ? ദേവിയായി മാറുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദേവിയെ ആശ്രയിക്കുന്നു അല്ലേ? ദേവിയെ ആണ് നമ്മൾ എല്ലാത്തിനും ആശ്രയിക്കുന്നത്. നമ്മളെ മറ്റുള്ളവർ ആശ്രയിക്കുന്ന മാതിരിയാവും. നമ്മളപ്പോൾ നമ്മുടെ കാര്യം, നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈശ്വര ചൈതന്യം നമുക്ക് ലഭിക്കുന്നു. അപ്പം ഇതിൽ ദേവിയുടെ അവതാരം, ദേവി ഇങ്ങനെ താമസികമായ അവതാരം, അതുപോലെ രാജസികമായ അവതാരം, പിന്നെ ദേവിയുടെ ഓരോരോ രൂപങ്ങൾ, അതെല്ലാം ഓരോ അധ്യായങ്ങളിലായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ ആദ്യം തന്നെ ദേവീ കവചമൊക്കെ ദേവീ കവചം വായിക്കണം എന്ന് പറയുന്നതിനെയും അതുകൊണ്ടാണ്. ദിവസവും ഇനിയിപ്പോൾ നമുക്ക് ചിലർക്ക് നേരം ഇല്ല അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ദേവീ കവചം ദിവസം വായിച്ചാൽ മതി. ദേവീ കവചത്തിൽ വായിക്കുമ്പോൾ എന്താ നമുക്ക് ലഭിക്കുക? ദേവീ കവചത്തിൽ
ദേവിയുടെ ഒരു കവചമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇപ്പോൾ യുദ്ധത്തിനൊക്കെ പോകുന്നവർ പടച്ചട്ട അണിയാറുണ്ട്. എന്തിനു വേണ്ടി? അത് അവർക്ക് ആയുധങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി അല്ലേ. അതേമാതിരി നമ്മൾക്ക് ഒരു പടച്ചട്ട, അതായത് ദേവിയിൽ നിന്നും നമുക്കൊരു ശക്തി നമ്മുടെ ചുറ്റും നിന്നുകൊണ്ട് ദേവി നമ്മളെ രക്ഷിക്കും. അത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ഇതിൻ്റെ അനുഭവം തന്നെയാണത്. അതായത് ദേവി മഹാത്മ്യം എന്ന് വായിക്കാൻ തുടങ്ങിയ അന്നു മുതൽ എൻ്റെയും അനുഭവം അതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ വിഡ്ഢിത്തരങ്ങൾ കൊണ്ട് അല്ലേ, നമ്മൾക്ക് പലതരത്തിൽ നമ്മൾ വിഡ്ഢിത്തരങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു വിഡ്ഢിത്തരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ അഹങ്കാരം കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ഒരു കുഴിയിൽ ചാടാൻ പോവുകയാണെങ്കിൽ, നമ്മളെ ഒരു ചതിക്കുഴിയിൽ പെടാൻ പോവുകയാണെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ദേവി നമ്മളെ രക്ഷിക്കുന്നുള്ളതാണ്. അപ്പം നമുക്ക് തോന്നും, ആ സമയത്ത് നമുക്ക് തോന്നും അതുപോലെ ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ വന്നുകൊണ്ട്, നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെ ഒരാൾ വന്നുകൊണ്ട് നമ്മൾക്ക് അയ്യോ അത് ശരിയല്ല കേട്ടോ, അങ്ങോട്ട് നിങ്ങൾ അത് ശരിയല്ല, അതുകൊണ്ട് ആ വഴിക്ക് നിങ്ങൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായാലും അതിനെ മുടക്കി നമ്മളെ രക്ഷിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ കാര്യം മടങ്ങിപ്പോയെന്ന്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും ആ കാര്യം നടക്കാൻ പാടില്ലാത്തതായിരുന്നു, നമ്മുടെ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ചതിക്കുഴി വീഴാൻ പോവുമായിരുന്നു. അപ്പോൾ ദേവി നമ്മളെ രക്ഷിച്ചു. അങ്ങനെ നമ്മൾക്ക് അതൊന്നും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്തോത്രങ്ങളൊക്കെ എങ്ങനെ ചൊല്ലണം, അപ്പോൾ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ദേവിയുടെ കവചം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അത് എൻ്റെ കൂടി ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. കാരണം ഇത് വായിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പറഞ്ഞ അതേമാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദേവി കവചം, ദേവിയാണ്, പ്രകൃതിയാണ് ദേവി, അതുപോലെ സ്ത്രീയാണ് ദേവി. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയുടെ അനുഗ്രഹം നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ ഇരുവശങ്ങളിലും, നമ്മുടെ മുന്നിലും പിന്നിലും, നമ്മുടെ ബുദ്ധിയിലിരുന്നു കൊണ്ട് നമ്മുടെ അറിവില്ലായ്മയെ നീക്കി നമ്മൾക്ക് അറിവ് പകർന്നു തരികയും പിന്നെ നമ്മളെ രക്ഷിക്കുകയും, നമ്മൾ ഈ ദേവി കവചം വായിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും, നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോവുകയാണെങ്കിലും രാവിലെ തന്നെ ദേവി കവചം വായിച്ചാൽ നമ്മൾ എന്തായി, ഒരു പടച്ചട്ട എണിഞ്ഞ പോലെയായി. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നീ അങ്ങനെ ചെയ്യേ, നീ ഇങ്ങനെ ചെയ്യേ എന്ന് നമ്മൾക്ക് താനെ തോന്നിപ്പിച്ചുകൊണ്ട് നമ്മളെ അപകടങ്ങളിലൊന്നും പെടുത്താതെ നമ്മൾ വൈകുന്നേരം തിരിച്ച് വീടെത്തുന്നത് വരയ്ക്കും നമ്മുടെ മാനസികമായും ശാരീരികമായുമുള്ള എല്ലാ കാര്യങ്ങളും ദേവി തന്നെ നോക്കിക്കോളും. അപ്പം നമുക്ക് അതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം എത്ര സമയമില്ലാത്തവരായാലും കുറച്ച് സമയമൊക്കെ ഉണ്ടാക്കിയിട്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ തുടങ്ങുക. അപ്പം അതുപോലെ ദേവി കവചം പാരായണം ചെയ്യാൻ തുടങ്ങുക. അപ്പം അതിന് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പം ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം എന്തൊക്കെയാണ് അത് പാരായണം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇനി നമുക്ക് വഴിയെ ഓരോന്നിൻ്റെ അർത്ഥം, സ്തോത്രങ്ങളുടെയൊക്കെ അർത്ഥവും അതുപോലെ അതിൻ്റെ അർത്ഥവും അത് ജപിച്ചാലുള്ള ഗുണവും നമ്മൾ ഇനി അടുത്ത ഓരോ എപ്പിസോഡുകളിലായിട്ട് നമുക്കതിനെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ നിർത്തുന്നു. നമസ്കാരം.